ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹിമാലയൻ 450 ബ്രേക്ക് പാഡ് അടുത്തിടെ മാറ്റിയിരുന്നു. ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഞാൻ യൂസ് ചെയ്തത് ഇപ്പോൾ എൻഗേജിൻ്റെ സെറാമിക് ബ്രേക്ക് പാഡ്സ് ആയിരുന്നു. അപ്പോൾ അഡ്വർടൈസ്മെൻ്റൊക്കെ കണ്ട് നല്ല അടിപൊളി സാധനമാണ് സെറാമിക് ബ്രേക്ക് പാഡ്, നമ്മുടെ നോർമലിനേക്കാളും നല്ല എഫിഷ്യൻസി ഒക്കെ ആണെന്ന് കണ്ടിട്ടാണ് ഞാനത് വാങ്ങി ഉപയോഗിച്ചത്. അപ്പോൾ നോർമൽ ബ്രേക്ക് പാഡിന്, നമ്മുടെ OE ബ്രേക്ക് പാഡിന് ഏകദേശം 3300 രൂപ വരുന്നുണ്ട് ഹിമാലയൻ 450. അപ്പോൾ ഇതിന് ഏകദേശം 1200 രൂപക്ക് സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ടും പിന്നെ സെറാമിക് ബ്രേക്ക് പാഡ് ആകുമ്പോൾ നല്ലൊരു ബ്രേക്ക് എഫിഷ്യൻസി ഉണ്ടാവും എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് ഞാനിത് വാങ്ങിയിട്ടത്. പക്ഷേ എൻ്റെ അനുഭവം തീർത്തും നിരാശാജനകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ വണ്ടി ഒന്ന് വാഷ് ചെയ്താലോ മഴയത്തോ ബ്രേക്കിൻ്റെ എഫിഷ്യൻസി നല്ല കുറവാണ്. പ്രത്യേകിച്ച് ഇത്രയും വെയിറ്റുള്ള വണ്ടി 450cc വണ്ടിയിൽ ഫ്രണ്ട് ബ്രേക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെറാമിക് ബ്രേക്ക് പാഡ് എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇതിലേക്ക് ചാടുന്നതിന് മുന്നേ ഇത് ഉപയോഗിച്ച 1-2 ആൾക്കാരോട് കൂടി ഒന്ന് അഭിപ്രായം ചോദിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എൻഗേജിൻ്റെ സെറാമിക് ബ്രേക്ക് പാഡ് യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻഗേജിൻ്റെ ബ്രേക്ക് പാഡ് തീർത്തും പരാജയമാണ്. ഞാൻ എൻ്റെ OE ബ്രേക്ക് പാഡിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ കോസ്റ്റ് ലാഭം നോക്കിയിട്ട് നിങ്ങൾ ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഒരു ചാൻസ് എടുക്കാൻ നിൽക്കരുത്. നന്നായിട്ട് റിസർച്ച് ചെയ്ത് നല്ല ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഏകദേശം 1500 കിലോമീറ്റർ മാത്രമേ ഞാനിപ്പോൾ ഈ എൻഗേജിൻ്റെ ബ്രേക്ക് പാഡിൽ ഓടിയിട്ടുള്ളൂ. പക്ഷേ ബ്രേക്കിംഗ് എഫിഷ്യൻസി നല്ല കുറവായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒറിജിനൽ ഹിമാലയൻ 450 ബ്രേക്ക് പാഡ് തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ്.